ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ക്ലാസ്സിൽ വന്ന കുട്ടികളോടൊക്കെ നാളത്തെ പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ വിശദമായി ഞാൻ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞതാണ്. ഒരു പ്രാവശ്യം കൂടി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. പേരൻസിൻ്റെ മുമ്പിലിരുന്ന് ഇത് നിങ്ങൾ കേട്ട് ഒന്നും കൂടി ഓർത്തിട്ട് പരീക്ഷയ്ക്ക് പോകണം. നാളെ എക്സാം ഹാളിൽ നമ്മൾ എങ്ങനെ എക്സാം ഫേസ് ചെയ്യണം, ആ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന്. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് വിളിച്ചത്. ഒരു പ്രാവശ്യവും കൂടി നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ ചോദ്യ പേപ്പർ 40 ചോദ്യങ്ങൾ ബുദ്ധി പരീക്ഷ, 20 ചോദ്യങ്ങൾ കണക്ക്, 20 ചോദ്യങ്ങൾ മലയാളം, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ 40 ചോദ്യങ്ങൾക്ക് നമുക്ക് കിട്ടുന്ന സമയം, നമ്മൾ എടുക്കേണ്ടതായ സമയം 60 മിനിറ്റാണ്. ഈ 40 ചോദ്യങ്ങൾ 10 സെക്ഷനുകളിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഓരോ സെക്ഷനും നിങ്ങൾ 5 മിനിറ്റ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യണം. വളരെ പെട്ടെന്ന് ആരും ചെയ്തു പോകരുത്. ഈ പരീക്ഷ ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നവർ അസാധാരണ ബുദ്ധിയുള്ളവരാണ്. അപ്പോൾ നമ്മളെ തെറ്റിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അവരതിൽ ചെയ്തിട്ടുണ്ടാകും. ഒറ്റയടിയിൽ ഉത്തരം കാണരുത്. ഓരോ 4 ചോദ്യത്തിനും 5 മിനിറ്റ്, അതായത് ഒരു ചോദ്യത്തിന് 1 മിനിറ്റിന്റെ അകത്ത് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ഉത്തരങ്ങൾ തെറ്റാവാനാണ് സാധ്യത. അപ്പോൾ വളരെ ആലോചിക്കണം. ഓരോ സെക്ഷനും 5 മിനിറ്റ് നിർബന്ധമായും നിങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. വളരെ പെട്ടെന്ന് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ബുദ്ധി പരീക്ഷയിലാണ് മാക്സിമം മാർക്ക് മേടിക്കേണ്ടത്. മാർക്ക് സ്കോർ ചെയ്യുന്നത് ബുദ്ധി പരീക്ഷയിലാണ്. നമ്മുടെ എല്ലാ കുട്ടികളും ബുദ്ധി പരീക്ഷയിൽ 40 ശരിയാക്കി 50 മാർക്കും വാങ്ങാൻ പ്രാപ്തരായിട്ടാണ് നിങ്ങൾ എക്സാമിന് പോകുന്നത്. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് 1 മാർക്ക് പോലും പോകാൻ പാടില്ല. നിങ്ങളുടെ അശ്രദ്ധ എന്ന് പറയുന്നത് സമയം ചെലവഴിക്കാതെ ഉത്തരം കണ്ടെത്തുക. അതാണ് നിങ്ങൾ നാളെ വരാൻ പോകുന്ന തെറ്റ്. സമയം ചെലവഴിച്ചിട്ട് തന്നെ ഉത്തരം കണ്ടെത്തണം. മനസ്സിലായ മക്കളെ? അപ്പോൾ ഓരോ സെക്ഷനും കഴിയുമ്പോൾ പറ്റുന്നവരൊക്കെ വാച്ച് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അതിനുവേണ്ടി വാച്ച് മേടിക്കാനല്ല, വാച്ച് ഉള്ളവർ വാച്ച് കൊണ്ടുപോവുക. അരമണിക്കൂർ കൊണ്ട് ബെല്ലടിക്കും. പക്ഷെ ഓരോ 5 മിനിറ്റും നമുക്ക് അറിയാൻ വാച്ച് ഉള്ളതാണ് നല്ലത്. ഇല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട്, അതായത് 6 സെക്ഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് ആദ്യത്തെ ബെല്ല് വീഴുക. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് കൊണ്ടേ ഒരു സെക്ഷൻ ചെയ്യാവൂ. നമ്മൾ നല്ല കുട്ടികളാണ്, പ്രാക്ടീസ് ചെയ്തവരാണ്. അല്ലാത്ത കുട്ടികൾ വളരെ പെട്ടെന്ന് തീർക്കും. അവരൊന്നും പരീക്ഷയ്ക്ക് ജയിക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ 10 സെക്ഷൻ 5 മിനിറ്റ് ഉപയോഗിച്ചാൽ ആകെ നമുക്ക് 50 മിനിറ്റ് ആവും. നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം 60 മിനിറ്റാണ്. 10 മിനിറ്റ് അവിടെ ബാക്കിയാക്കണം, സേവ് ചെയ്യണം. ആ സേവ് ചെയ്യുന്നത് അരമണിക്കൂർ കണക്കിനുണ്ട്. ആരും അരമണിക്കൂർ കൊണ്ട് കണക്ക് ചെയ്ത് തീർക്കില്ല അറിയുന്ന കുട്ടികൾ. അപ്പൊ നമുക്ക് ഇവിടെ ലാഭമായി കിട്ടിയ 10 മിനിറ്റ് കണക്കിനെടുത്ത്, കണക്കിന് 30ഉം 10ഉം 40 മിനിറ്റ് കണക്കിലെടുക്കാം. ഇനി 45 മിനിറ്റ് കണക്കിലെടുത്താൽ നിങ്ങൾ പേടിക്കേണ്ട. ഗദ്യത്തിന് നമുക്ക് അവിടെ സമയം സ്കോർ ചെയ്യാം. നല്ലോണം പഠിക്കുന്ന കുട്ടികൾ 40 മിനിറ്റ് എന്നുള്ളത് 45 മിനിറ്റ് എടുത്ത് കണക്ക് ചെയ്താൽ പേടിക്കേണ്ട. 45-ലധികം എടുക്കരുത്, കാരണം ഗദ്യഭാഗത്തിന് മാർക്ക് പോകും. സമയത്തിന്റെ ക്രമീകരണം ഇതാണ്. മനസ്സിലായില്ലേ? ഗദ്യ പരീക്ഷയ്ക്ക് 40 ചോദ്യങ്ങൾ ഉണ്ടാവും. അത് 10 ഭാഗങ്ങളിലായിട്ടാണ് ഉണ്ടാവുക. ഓരോ ഭാഗത്തും 4 ചോദ്യം. ആ 4 ചോദ്യത്തിന് ഓരോ ഭാഗത്തിനും 5 മിനിറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണം. ഉപയോഗിക്കാതെ ചെയ്യരുത്. പിന്നെ ബുദ്ധി പരീക്ഷയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഏതെങ്കിലും ഒരു ചോദ്യത്തിന് A ഉത്തരം ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഒരിക്കലും A ആദ്യം കറപ്പിക്കരുത്. ബിയും സിയും ഡിയും തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ A കറപ്പിക്കാവൂ. A നിങ്ങളെ തെറ്റിക്കാൻ വരുന്ന ഉത്തരമായിരിക്കും. അതുകൊണ്ട് A ശരിയാണ് എന്ന് വന്നാൽ ബിയും സിയും ഡിയും തെറ്റാണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ A മാർക്ക് ചെയ്യാവൂ.
ഗദ്യഭാഗത്തിനും ആവശ്യത്തിന് സമയം എടുക്കണം. 2 മണിക്കൂർ നമുക്ക് പരീക്ഷയ്ക്കുണ്ട്. നേരത്തെ എഴുതി കഴിഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല. ഗദ്യപരീക്ഷ എഴുതാൻ നിങ്ങൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ കുട്ടികളല്ലാത്ത എല്ലാവരും പരീക്ഷയും തീർത്ത് OMR പൂർത്തീകരിച്ച് മുകളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന കാണും. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ മോശക്കാരായതുകൊണ്ടാണ് നിങ്ങൾ തീർക്കാത്തത്. അല്ല, നിങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ടാണ് നിങ്ങൾ തീർക്കാത്തത്. ഒരു കാരണവശാലും സമയം പൂർണ്ണമായും ഉപയോഗിക്കാതിരിക്കരുത്. സമയത്തിനെ കുറിച്ച് ഇതാണ് നിങ്ങൾ അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ സമയം 2 മണിക്കൂറും ഉപയോഗിക്കണം. എന്നാൽ 2-ൽ ആകാൻ പാടില്ല എന്ന കാര്യവും ശ്രദ്ധിക്കണം. വാച്ച് നല്ലതാണ്. വാച്ച് ഇല്ലെങ്കിൽ ഓരോ അരമണിക്കൂറിനും ഹാളിൽ വെല്ലുമുറങ്ങും. അത് വെച്ചു നിങ്ങൾക്ക് സമയത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം സമയത്തിൻ്റെ കാര്യത്തിൽ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ കണക്ക് പരീക്ഷ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ക്രിയകൾ ചെയ്യാൻ അവർ കടലാസ് തരും. ആ കടലാസിൽ ക്രിയ ചെയ്യണം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, OMR പേര് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും രജിസ്റ്റർ നമ്പർ എങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു കാരണവശാലും തെറ്റില്ല. 1 മണിക്കൂർ പരീക്ഷയ്ക്ക് മുമ്പേ നമ്മൾ ഹാളിൽ കയറുമ്പോൾ ഒരു അധ്യാപകൻ നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങളെ ചെയ്യാൻ അവർ കാണിച്ചു തരും. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. എന്നാലും അതെങ്ങനെയാണ് എന്ന് അറിയാനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷീറ്റ് തന്ന് പഠിപ്പിച്ചു തന്നത്. എല്ലാവരും എനിക്ക് കോപ്പി ഇട്ട് തരണം എന്നൊന്നുമില്ല. പേരൻറ്റും നിങ്ങളും ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടിയാണ് അത് തന്നത്. ഓക്കെ, OMR നമ്മൾ പേരെഴുതേണ്ടത്. അതിൽ തെറ്റ് വരില്ല. കാരണം മാഷ് അവിടുന്ന് പറഞ്ഞു തരും നിങ്ങൾക്ക്. ഓക്കെ, അത് 1 മണിക്കൂർ മുമ്പിലേ നമ്മൾ ഹാളിൽ കയറേണ്ടതുണ്ട്. 20 കുട്ടിയുള്ള ഒരു ക്ലാസ്സിൽ ഒരു മാഷ് അത് പറഞ്ഞു തരാൻ വേണ്ടി വരും. അപ്പം ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. OMR കയ്യിലേക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാനൊരു OMR തന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ ചോദ്യം വായിക്കുക. അതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ അറിയാവുന്നത് എഴുതുക. അറിയില്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരെണ്ണം കറപ്പിക്കുക. രണ്ടാമത്തതിലേക്ക് പോകരുത്. ഒന്നാമത്തേതിൻ്റെ ഉത്തരം കറപ്പിക്കാതെ ഒരു കുട്ടിയും രണ്ടാമത്തെ ഉത്തരത്തേക്ക് പോകരുത്. വിഷമമാണ്. പിന്നെ സമയമുണ്ടെങ്കിൽ ആലോചിക്കാം എന്ന് ആരും വിചാരിക്കരുത്. ഇപ്പോൾ 1, 2, 3 എന്ന ക്രമത്തിൽ എല്ലാ ഉത്തരങ്ങളും രേഖപ്പെടുത്തണം. ചിലപ്പോൾ ചില ആളുകൾ നിങ്ങൾക്ക് അറിയാത്തത് അവിടെ വെച്ചിട്ട് അറിയുന്നത് എഴുതിയിട്ട് അവസാനം എഴുതിക്കൊള്ളാൻ പറയും. 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരിക്കലും അത് ശരിയല്ല. നീ എത്ര ബുദ്ധിയുള്ള കുട്ടിക്കും അത് അസാധ്യമാണ്. അതുകൊണ്ട് ചെയ്യരുത്. മാത്രമല്ല, ഇത്തരം കുട്ടികളെ കണ്ടുപിടിക്കാനുള്ള 3 ചോദ്യങ്ങളെങ്കിലും എല്ലാ കൊല്ലവും പരീക്ഷയ്ക്ക് ഉണ്ടാവാറുണ്ട്. അതെങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ വായിച്ചപ്പം അതിൻ്റെ ഉത്തരം മനസ്സിലാകുന്നില്ല. നിങ്ങൾ നല്ലോണം ആലോചിച്ചു, മനസ്സിലാകുന്നില്ല. എന്നാൽ മൂന്നാമത്തെ നോക്കാമെന്ന് വിചാരിച്ചു. മൂന്നാമത്തെ നോക്കി, ഉത്തരം ശരി. ഉടൻ നിങ്ങൾ എയിൽ പോയി കറപ്പിക്കും. എവിടെ? 2ന്റെ എ. പിന്നെ എല്ലാം തെറ്റും. അതുകൊണ്ട് തെറ്റായാലും ശരിയായാലും ഓരോ ഉത്തരങ്ങളും കറപ്പിച്ച ശേഷം മാത്രമേ നിങ്ങൾ താഴോട്ട് പോകാവൂ കേട്ടോ. ഇത് ഒരിക്കലും നിങ്ങൾ മാറ്റരുത്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനെ പറ്റിക്കാൻ വേണ്ടി ടഫ് ഉത്തരത്തിന്റെ തൊട്ടടുത്ത് കിട്ടുന്നത് എ ആവാൻ ഏറ്റവും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യം ഞാൻ പല ആവർത്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാന്മാരെയാണ് നവോദയ സ്കൂളുകാർക്ക് വേണ്ടിയത്. ഓക്കെ, അപ്പോൾ ആ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. OMR കറപ്പിക്കേണ്ടത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. OMR കറപ്പിക്കുമ്പോൾ തെറ്റായ കറപ്പിക്കൽ ഇതാണ്. എ ആണ് കറപ്പിച്ചതെന്ന് കുട്ടിക്ക് തോന്നും, പക്ഷെ അതിന് മാർക്ക് കിട്ടില്ല. ഇത് തെറ്റായ എ കറപ്പിക്കലാണ്. വേറെ ഒരു തെറ്റ്, ഇതും തെറ്റാണ്. ശരിയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റിയ തെറ്റ് രണ്ടും ഇതാണ്. ഇപ്പോൾ ബി ആണെങ്കിൽ ഒരു കുട്ടി ബി കറപ്പിച്ചു, ഇത് തെറ്റാണ്, മാർക്ക് കിട്ടില്ല. വേറെ ഒരു ബി കറപ്പിച്ചു, ഇതും തെറ്റാണ്,
കിട്ടില്ല. ഇനി എങ്ങനെയാണ് ശരി കറുപ്പിക്കേണ്ടതെന്ന് പലതവണ കൂടി ശ്രദ്ധിക്കുക. നല്ലോണം ശ്രദ്ധിക്കുക മക്കളെ, ഒരിക്കലും മാറരുത്. നല്ല നിറമുള്ള ഒയന്മാരാണ് നിങ്ങൾക്ക് കിട്ടുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വരയെ നിങ്ങളെ പേന ഉപയോഗിച്ച് വരയുക. ഇനി പുറത്തേക്ക് പോകരുത്, അകത്തേക്ക് കറക്കുക. അതിൽ അല്പം വിട്ടുപോയാൽ എവിടെയെങ്കിലും ഇച്ചിരി മാറ്റം വന്നെങ്കിൽ ഒന്നും പേടിക്കേണ്ടത്. അപ്പോൾ ബി ആണ് കറുപ്പിക്കേണ്ടതെങ്കിൽ ബിയുടെ വര മാത്രം ആദ്യം കറുപ്പിക്കുക, എന്നിട്ട് അകത്തേക്ക് കയറി കറുപ്പിക്കുക. ഒരിക്കലും ആ വരയുടെ പുറത്തേക്ക് നമ്മുടെ കറുപ്പ് പോകരുത്. മനസ്സിലായോ? പലതവണ പറഞ്ഞിട്ടുണ്ട്. അവസാന തവണ ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മുടെ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ എക്സാം ഹാളിൽ വളരെ നന്നാവാം. അതേപോലെ നാളത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് നാളെ രാവിലെ എണീക്കുമ്പോൾ ആരും കഴിഞ്ഞ ദിവസത്തെ ഭക്ഷണം ചൂടാക്കി തരുന്ന അമ്മമാരോട് രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് പേരാവൂർ സെന്ററിൽ വരുന്ന എല്ലാ കുട്ടികളും 7:30 എത്തണമെന്നാണ്. അത് വേണ്ട, നമുക്ക് 8 മണിക്ക് എത്തിയാൽ മതി. ആ സമയം പാലിച്ചാൽ മതി എല്ലാവരും. 8:05 ഒക്കെ ആയിട്ട് നമ്മുടെ വണ്ടി അവിടുന്ന് പോകും. 8 മണിക്ക് പേരൻസ് ശ്രദ്ധിക്കുക, 7:30 ഞാൻ എഴുതി കൊടുത്ത് വിട്ടിട്ടുണ്ട് അവർക്ക്. 8 മണിക്ക് എത്തിയാൽ മതി. 8:05 നമ്മുടെ വണ്ടി പുറപ്പെടും. അപ്പം ആ കാര്യം ശ്രദ്ധിക്കുക, 8 മണിക്ക് എത്തിയാൽ മതി. അപ്പം ആ സമയത്തിൻ്റെ കാര്യം ഞാൻ കടലാസിൽ എഴുതി കൊടുത്തത് 7:30 8 മണിക്ക് എത്തിയാൽ മതി. 8:05 നമ്മുടെ വണ്ടി അവിടുന്ന് പോകും. വെള്ളർവള്ളി, ശാസ്ത്രി നഗർ, മാലൂർ സിറ്റി, ഇവിടെയാണ് മറ്റു കുട്ടികളോട് നിൽക്കാൻ പറഞ്ഞത്. വെള്ളർവള്ളി നിൽക്കുന്നവർ ഒരു 8:15 ആകുമ്പോൾ നിൽക്കുക. ബാക്കി എല്ലാവരും ഒരു 8:30 ആകുമ്പോൾ നിൽക്കുക. 8:30 ആകുമ്പോൾ അവിടെ നിന്നാൽ മതി. ഇടത്ത സൈഡിലെ ഡോറിൽ വലിയ ഒരു ബസ്സാണ്. ബസ്സിൻ്റെ പേരില്ല, സ്പെഷ്യൽ ബസ് ആയതുകൊണ്ട് ഇടത്തെ സൈഡിൽ ഞാനുണ്ടാവും. നിൽക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ നിന്നാൽ മതി, ഞാൻ അവിടെ വന്നു. ഇന്ന് ഹാൾ ടിക്കറ്റ് തരാത്ത ചില കുട്ടികളുണ്ട്. പേരൻസ് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹാൾ ടിക്കറ്റ് ഇന്ന് കൊണ്ടുവരാത്ത കുട്ടികൾ നാളെ ഹാൾ ടിക്കറ്റ് എല്ലാവരുടെയും എൻ്റെ കയ്യിലുണ്ട്. ആധാർ കാർഡ് ഇന്ന് ആധാർ കാർഡ് കൊണ്ടുവരാത്ത 5 കുട്ടികളുണ്ട്. ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നാളെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി റൈറ്റിംഗ് പാഡ് കൊണ്ടുപോകണം എന്നില്ല, കൊണ്ടുപോകാം. റൈറ്റിംഗ് പാഡിനകത്ത് ഇന്ന് തന്നെ ആധാർ കാർഡ് ക്ലിപ്പ് ചെയ്തു വെക്കണം. കൂടെ ഒരു പേനയും വെക്കണം. 2 പേന കൊണ്ടുപോകേണ്ട. എല്ലാ ഹാളിലും ഞാൻ ഓരോ പേന ടീച്ചേഴ്സിന് ഞാൻ കൊടുത്തോളും, അഥവാ പോരാണ്ടായാൽ. പുതിയ പേന മേടിക്കേണ്ട, ഉപയോഗിക്കുന്ന ഒരു പേന കൊണ്ടുപോയാൽ മതി. 40 റൗണ്ട് അല്ലേ, 80 റൗണ്ട് അല്ലേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എഴുതിയ പേന, എഴുതിക്കൊണ്ടിരിക്കുന്ന പേനയാണ് നല്ലത്. തീർന്നു പോയാൽ എക്സ്ട്രാ പേന ഞാൻ അവർക്ക് അവിടെ ഹാളിൽ ഞാൻ കൊടുത്തേക്കും. യൂണിഫോം നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റു ഭക്ഷണങ്ങളൊന്നും നിങ്ങൾ കൊടുത്തയക്കേണ്ട. എന്നാൽ സ്നാക്സ് എങ്ങാനും ഇടയ്ക്ക് ടൂറല്ലേ, തിന്നാൻ കൊടുത്താലും കുഴപ്പമില്ല, അത് ഷെയർ ചെയ്ത് തിന്നാം. പുതിയ ഭക്ഷണങ്ങളൊന്നും കൊടുത്തയക്കേണ്ട. ഒരു തണുപ്പിച്ചാറിയ വെള്ളം കൊടുത്തയച്ചാലും ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയേണ്ടതുള്ളൂ. 6:30 ആകുമ്പോൾ ടൂറും പരിപാടിയും ഒക്കെ കഴിഞ്ഞ് പേരാവൂരെത്തും. വരുന്നത് ഇരിട്ടി, വിളക്കോട്, കാക്കേങ്ങാട് രീതിയിലാണ്. അപ്പം ആ ഭാഗത്തുള്ള കുട്ടികളെ അവരവർ പറയുന്നതനുസരിച്ച് അവരവരുടെ സ്റ്റോപ്പിൽ ഇറക്കിയിട്ടാണ് വരിക. എന്നാൽ കൊട്ടിയൂർ ഭാഗത്തേക്ക് പോകാനുള്ളവരും മാലൂർ ഭാഗത്തേക്ക് പോകാനുള്ളവരും നെടുമ്പോയിൽ ഭാഗത്തേക്ക് പോകാനുള്ളവരും 6:30 പേരൻ്റ് കുട്ടികളെ കൂട്ടാൻ അവിടെ വരണം. ഓക്കെ, ഇനി ഒരു 3 ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രിക്ക് സംശയമുള്ള എല്ലാവരും എൻ്റെ ഫോൺ നമ്പറിൽ തന്നെ വിളിക്കുക. നാളെ എൻ്റെ ഫോൺ നമ്പർ ഒഴിവാക്കി മറ്റ് 2 ഫോൺ നമ്പറുകളിൽ വിളിക്കുക. ഓക്കെ, താങ്ക് യു.